ദിസ്ന കൂടി ചേരുന്നുണ്ട്. ദിസ്ന, അർജുൻ്റെ നാട്, അർജുൻ്റെ കുടുംബം ഈ ട്രക്ക് കണ്ടെത്തി എന്നുള്ള ആ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നത് തന്നെ വലിയ ആശ്വാസമായിരിക്കും. ശുഭവാർത്ത എന്താണെന്ന് ചോദിച്ചാൽ അർജുന് ജീവനോടെ കിട്ടുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഈ ഒരു അനിശ്ചിതാവസ്ഥയ്ക്ക് ഒരു ശമനം വന്നിരിക്കുന്നു എന്ന് തന്നെ ഇന്ന് ഈ ഔദ്യോഗിക സ്ഥിരീകരണം കർണാടകയിൽ നിന്ന് ട്രക്ക് കണ്ടെത്തി എന്നുള്ളതിൽ ലഭിച്ചതിൽ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കാം. കാരണം ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ട്, അർജുനെ ഇനി കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമെന്നുള്ളത്. ഇന്നിപ്പോൾ താൽക്കാലികമായി തിരച്ചിലൊക്കെ നിർത്തിവെച്ചു. മാത്രമല്ല, പ്രദേശത്ത് ഓറഞ്ച് അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളത്തെ തിരച്ചിലിനെ എങ്ങനെ നടക്കും ഈ പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ എന്നൊക്കെയുള്ളത്. പക്ഷേ എങ്ങനെയാണെങ്കിലും അത്യാധുനിക യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നാളെ കൃത്യമായി തുടരും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം. ഈ പ്രതികരണങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 9 ദിവസം നീണ്ട കാത്തിരിപ്പിലേക്ക് തന്നെയാണ് ഇന്ന് കഴിഞ്ഞത്. എന്തായാലും വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ആ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അർജുന്റെ വാഹനം കണ്ടെത്തിയിരിക്കുന്നു, അതിന് ഔദ്യോഗികമായ സ്ഥിരീകരണവും ലഭിച്ചിരിക്കുന്നു. നമ്മൾ അർജുന്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവരുടെ അടുത്ത ബന്ധുക്കൾ പറഞ്ഞത് ഈ വിവരങ്ങളൊന്നും അർജുന്റെ അച്ഛനെയും അമ്മയെയും ഭാര്യയെയും നിലവിൽ അറിയിച്ചിട്ടില്ല. മറിച്ച് അർജുൻ സുരക്ഷിതനാണോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമായിരിക്കും ഇവരെ ഈ വിവരങ്ങളൊക്കെ അറിയിക്കുക എന്നൊരു കാര്യം തന്നെയാണ് ഈ ബന്ധുക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം അർജുന്റെ അമ്മ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു, തങ്ങൾ ഏതിനോടും ഏതൊരു മാനസിക അവസ്ഥയോടും പൊരുത്തപ്പെടാൻ തയ്യാറായിരിക്കുന്നു എന്ന കാര്യം തന്നെയാണ് ലക്ഷ്മി അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ തന്നെ വലിയൊരു സങ്കടമുള്ളത് അതിന്റെ സഹോദരി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്, അവസാന നിമിഷമെങ്കിലും അവനെ ഒരു നോക്ക് കാണുവാൻ തനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അർജുന്റെ സഹോദരി പറഞ്ഞിരുന്നു. എന്തായാലും പ്രതീക്ഷകൾ ഉണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റ ഒരവസ്ഥയാണ്, നിരാശയുടെ ഒരവസ്ഥയാണ് ആ കുടുംബത്തിൽ ഉള്ളത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അത് വാക്കുകൾ കൊണ്ട് എത്രത്തോളം അത് പറയാൻ കഴിയുമെന്ന് അറിയില്ല. കാരണം അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. എന്തായാലും അവർ പറഞ്ഞത്, അർജുൻ മടങ്ങി വരുന്നത് വരെ മാധ്യമങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടാവണമെന്ന് അവർ നമ്മളോട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ വാർത്ത പുറത്തു വന്നത് മുതൽ വലിയ ഒരു രീതിയിൽ ഈ വാർത്ത ചർച്ചയായതിനു ശേഷം തന്നെ അവർ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സൈന്യത്തിന്റെ സഹായം തങ്ങൾക്ക് വേണമെന്നൊരു കാര്യമായിരുന്നു. തുടർന്ന് പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിക്കും അർജുന്റെ ഭാര്യ മെയിൽ അയക്കുകയുണ്ടായി. തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവരെ നേരിട്ട് വിളിക്കുകയും സൈന്യത്തിന്റെ സഹായം ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുകയും തങ്ങൾ സൈന്യത്തെ അയച്ചിട്ടുണ്ട് എന്നൊരു ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയൊരു പ്രതീക്ഷ തന്നെ ആ വാക്കുകളിൽ നിന്നും അവർക്ക് ലഭ്യമായിരുന്നു എന്ന് അർജുന്റെ സഹോദരിയും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ഗ്രാമം മുഴുവൻ ആ ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ആ യുവാവിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. തിരൂരിൽ നിന്നും ശുഭവാർത്ത കേൾക്കുമെന്നൊരു കാത്തിരിപ്പ്. 19 വയസ്സിൽ കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളൊക്കെ തന്നെയും ഏറ്റെടുത്ത വലയം പിടിച്ച പുറത്ത് ജോലിക്ക് പോയ ഒരു ചെറുപ്പക്കാരൻ വീടെന്നത് വലിയ സ്വപ്നമായിരുന്നു. ലോൺ എടുത്ത് വീട് വെക്കുന്നു. കൂടാതെ ആ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നു. അച്ഛന് ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത ഒരവസ്ഥ. ചെറുപ്പത്തിൽ മുതൽ +2 പഠനത്തിന് ശേഷം കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളൊക്കെ ഏറ്റെടുത്തൊരു യുവാവ്, സുഹൃത്തുക്കൾക്കൊക്കെ പ്രിയങ്കരനായ ആൾ, കണ്ണാടിക്കൽ ഗ്രാമത്തിന്റെ പ്രിയപ്പെട്ട ഒരാൾ. എന്തായാലും കണ്ണാടിക്കൽ ഗ്രാമം മുഴുവൻ കാത്തിരിക്കുന്നത് അർജുൻ ആരോഗ്യത്തോടെ പൂർണ്ണ ആരോഗ്യവാനായി മടങ്ങി വരുമെന്നൊരു വാർത്ത കേൾക്കുവാൻ തന്നെയാണ് ലക്ഷ്മി. എന്തായാലും ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ പൂർണ്ണ തൃപ്തരാണ് തങ്ങൾ എന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത്, ഈ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി മുൻപേ ഊർജിതമായി നടന്നിരുന്നുവെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അർജുനെ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നും അവർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും 2 ദിവസം ഇന്നലെയും ഇന്നുമായി നടന്ന രക്ഷാപ്രവർത്തനത്തിൽ കുടുംബം പൂർണ്ണ തൃപ്തരാണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും നമ്മളെല്ലാവരും ഈ വാർത്ത കാണുന്നതും കേൾക്കുന്നതുമായ ആളുകളൊക്കെ തന്നെയും പ്രാർത്ഥിക്കുന്നത്, കാത്തിരിക്കുന്നത് ഒരു ശുഭവാർത്ത ശിരൂരിൽ നിന്ന് ലഭിക്കണേ എന്ന് മാത്രമാണ് ലക്ഷ്മി. ദിസ്ന പറഞ്ഞതുപോലെയാണ്, തുടക്കത്തിൽ തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാകുന്നില്ലായിരുന്നു ആദ്യ ദിവസങ്ങളിൽ എന്ന കുടുംബത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ സത്യമാവുകയാണ്. കാരണം പുഴയിൽ വാഹനമില്ല എന്ന് തുടക്കത്തിൽ തന്നെ കർണാടകയിൽ നിന്ന് സ്ഥിരീകരണം വന്നിരുന്നല്ലോ. പക്ഷെ അതങ്ങനെയല്ല എന്ന് ഈ
അടുത്ത ദിവസങ്ങളിൽ ഇന്നൊക്കെ അത് വ്യക്തമായപ്പോഴേക്കും കുടുംബത്തിൻ്റെ വാക്കുകൾ വെറും ആരോപണം മാത്രമായിരുന്നില്ല എന്നുള്ളത് സത്യമാവുകയാണ്. പക്ഷേ എങ്കിലും ഈ ഒരു സമയത്ത് അവർ അതിന് മുതിരുന്നില്ല. കാരണം രക്ഷാപ്രവർത്തനം ഇപ്പോൾ സുഗമമായി അല്ലെങ്കിൽ ആ തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തുടക്കത്തിലെ ആ ഒരു അവർ പറഞ്ഞിരുന്ന പരാതി ഉണ്ടല്ലോ, അത് ആവർത്തിക്കാൻ അവർ മുതിരുന്നില്ല എന്നുള്ളത് തന്നെ അവരുടെ മനസ്സിൻ്റെ വലുപ്പം. അതങ്ങനെ നോക്കിക്കാണണം. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 15-ാം തീയതി അർജുൻ അവസാനമായി വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്നു. ഇവിടെ കാലാവസ്ഥ കുറച്ച് മോശമാണെന്ന് പറയുന്നു. മോശമാണെങ്കിലും താൻ സുരക്ഷിതനായി യാത്ര ചെയ്യുന്നു എന്നൊരു വിവരത്തോടുകൂടി ആ ഫോൺ കോൾ പിന്നീട് നിശ്ചലമാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നത്. പിന്നീട് 16-ാം തീയതി നിരന്തരം അർജുനെ ബന്ധപ്പെടുകയും ആ ഫോൺ റിങ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് 2 തവണ റിങ് ചെയ്തു. പിന്നീട് ആ ഫോൺ ഓഫ് ആവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ സമയത്ത് തന്നെ കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്കും സഹോദരിക്കുമൊക്കെ തന്നെ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ചേവായൂർ പോലീസ് സ്റ്റേഷനിലും കർണാടക പോലീസുമായും ബന്ധപ്പെട്ടിരുന്നു എന്നാണ് സഹോദരി പറയുന്നത്. എന്നാൽ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് യാതൊരു തരത്തിലുള്ള വിവരവും മറുപടിയും ഒന്നും തന്നെ ലഭ്യമായിരുന്നില്ല എന്ന ആരോപണവും ആ കുടുംബം ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. പിന്നീട് കർണാടക പോലീസിൽ നിന്നും ഇത്തരത്തിൽ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അർജുന്റെ ഫോട്ടോ വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ അവർ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തതിന്റെയും ഫോട്ടോ വാട്സപ്പിൽ അയച്ചു കൊടുത്തതിന്റെയും തെളിവുകൾ ഉണ്ട് എന്നും സഹോദരി പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് യാതൊരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു സങ്കടത്തിൽ തന്നെയാണ് അത് അത്തരത്തിലുള്ള ആരോപണത്തിലേക്ക് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ആ കുടുംബം കടന്നത്. പിന്നീട് രക്ഷാപ്രവർത്തനം 9 മണിയോടുകൂടി അല്ലെങ്കിൽ രാത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ആധുനിക ഉപകരണങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരുന്നു. ആ സമയത്തൊക്കെ തന്നെയും അവർ ആവശ്യപ്പെട്ടിരുന്നത്, ആ സമയത്താണ് അവർ മാധ്യമങ്ങളുടെ പിന്തുണ തേടിയത്. അർജുനെ കണ്ടെത്തുന്നതുവരെ തങ്ങളുടെ സഹായം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കൂടെ ഉണ്ടാവണമെന്ന് അവർ മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് അവർ ആവശ്യപ്പെട്ടത് സൈന്യത്തെ കൊണ്ടുവരണം എന്നൊരു കാര്യമാണ്. പിന്നീട് കേന്ദ്ര ഇടപെടൽ ഉണ്ടാകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ഒക്കെ തന്നെ ഭാര്യ മെയിൽ അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഉടൻ തന്നെ നടപടികൾ ഉണ്ടാവുന്നു. ഉടൻ തന്നെ സൈന്യം അവിടെ എത്തുന്നു. തുടർന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുവാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല മലയാളികളുടെ വലിയൊരു മനസ്സ്, മലയാളികൾ മാത്രമല്ല നിരവധി ജീവനുകൾ ആ മണ്ണിനടിയിൽ പൊലിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ്. വീട് വരെ നഷ്ടപ്പെട്ട് ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിൽ ആ മണ്ണിനടിയിൽപ്പെട്ട ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിരുന്നു. എങ്കിലും മലയാളികളുടെ ഒരു മനസാന്നിധ്യം പറയാതിരിക്കുവാൻ കഴിയില്ല. ഈ കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് നിന്ന് തന്നെ 18-ലധികം സന്നദ്ധ പ്രവർത്തകരാണ് കർണാടകയിലെ ഷിരൂരിലേക്ക് എത്തിയത് എന്ന കാര്യം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അവർ പറഞ്ഞിരുന്നത്, ഞങ്ങളെ അങ്ങോട്ടേക്ക് തുറന്നു വിടൂ, കാരണം ഞങ്ങൾ അർജുനെ കണ്ടെത്തി തരാം എന്നൊരു കാര്യം തന്നെയാണ് പറഞ്ഞത്. അത്തരത്തിൽ ഒറ്റക്കെട്ടായി എല്ലാവരും അർജുന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നിമിഷം. അതോടൊപ്പം തന്നെ എത്താൻ കഴിയുന്ന ആളുകളൊക്കെ തന്നെയും ഷിരൂരിലെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ലക്ഷ്മി, കണ്ണാടിക്കൽ ഗ്രാമത്തിലെ ഓരോരുത്തരും കാത്തിരിക്കുന്നത് നമ്മൾ പ്രതിഷേധ സംഗമം ഒക്കെ തന്നെ കണ്ടതാണ്. അതിൽ രാഷ്ട്രീയ ജാതി ഭേദമന്യേ പ്രായഭേദമന്യേ എല്ലാ കുട്ടികളും അല്ലെങ്കിൽ ചെറിയവരും മുതിർന്നവരും ഒക്കെ തന്നെ ഒരൊറ്റ പ്രാർത്ഥനയിലാണ് അർജുന്റെ മടങ്ങിയ വരവിന് വേണ്ടി, ആ ചെറുപ്പക്കാരന്റെ കുടുംബം പോറ്റുവാൻ വേണ്ടി വളയം പിടിച്ച്, ചെറിയ പ്രായത്തിൽ തന്നെ വളയം പിടിച്ച്. അപ്പോഴാണ് ഈ ആശ്വാസ വാർത്ത വരുന്നത്, ലോറി കണ്ടെത്തിയെന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നതും രക്ഷാപ്രവർത്തനം നിർണായക ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നൊരു തോന്നലുണ്ടായപ്പോഴേക്കും കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. അല്ലെങ്കിൽ നാളെയും തിരച്ചിൽ തുടരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അത്യാധുനിക സംവിധാനങ്ങൾ, ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നാളെയും തിരച്ചിൽ തുടരും എന്നുള്ളതാണ്. അരുണും ദിസ്നയുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.